അന്തിമവാദം കേൾക്കാനായി എസ്എൻസി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. അപ്പീൽ വാദത്തിനൊടുവിൽ സുപ്രീം കോടതി സിബിഐയുടെ ഭാഗം കേൾക്കും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്താണ് ഹർജി. സിബിഐയുടെ അപ്പീൽ ആദ്യം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് 2017 ഒക്ടോബർ 27-ന്. ഇതുൾപ്പെടെ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയത് ഇതുവരെ 34 തവണ. ലിസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും സുപ്രീം കോടതി അപ്പീൽ പരിഗണിക്കാതെ പോയത് നിരവധി തവണ. അതിലേറെ തവണ സിബിഐയുടെ ആവശ്യപ്രകാരം സുപ്രീം കോടതി അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. അപ്പീൽ പരിഗണിക്കുന്നത് നിരന്തരം മാറ്റിവെക്കാനാവില്ലെന്ന് സുപ്രീം കോടതി ഒരു വേള സിബിഐയെ ഓർമ്മിപ്പിച്ചു. ഹൈക്കോടതി വിധി തെറ്റെന്ന് പറയാൻ മതിയായ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാനും സിബിഐയോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അഭിഭാഷകർ മറ്റ് സുപ്രധാന കേസുകളുടെ തിരക്കിലായതിനാലാണ് കേസ് മാറ്റിവെക്കേണ്ടി വന്നതെന്നായിരുന്നു സിബിഐയുടെ വിശദീകരണം. വാദം അറിയിക്കാൻ ഒരു ദിവസം വേണമെന്നും സിബിഐയുടെ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി മെയ് 1-നും 2-നും എസ്എൻസി ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തു. എന്നാൽ മുന്നിലുള്ള ചില കേസുകളിൽ വാദം നീണ്ടു. സമയപരിമിതി മൂലം ഹർജി സുപ്രീം കോടതി പരിഗണിച്ചതുമില്ല. തുടർന്ന് എസ്എൻസി ലാവ്ലിൻ കേസിലെ സിബിഐ അപ്പീൽ മെയ് 8-ന് പരിഗണിക്കാനായി ലിസ്റ്റ് ചെയ്തു. പരിഗണനാ പട്ടികയിൽ കേസ് ഉൾപ്പെട്ടത് കഴിഞ്ഞ 2 തവണത്തെയും പോലെ അവസാന ഭാഗത്ത്. ബുധനാഴ്ച എസ്എൻസി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമോ അതോ എന്തെങ്കിലും കാരണത്താൽ മറ്റൊരു ദിവസത്തേക്ക് മാറിപ്പോകുമോ എന്ന് കണ്ടറിയണം. വിഭജിക്കപ്പെട്ട കുറ്റപത്രമനുസരിച്ച് 6ാം പ്രതിയാണ് പിണറായി വിജയൻ. കുറ്റപത്രത്തിന് പിന്നാലെയുള്ള വിടുതൽ ഹർജി അംഗീകരിച്ച തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. വിചാരണ കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐയും വിചാരണ നേരിടണമെന്ന വിധിക്കെതിരെ മറ്റു പ്രതികളും നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.